നിധിയെ തിരികെ ഏറ്റെടുക്കാൻ താൽപര്യമുണ്ടെന്നറിയിച്ച് ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ. കൊച്ചിയിലെ ആശുപത്രിയിൽ ജാർഖണ്ഡ് സ്വദേശികൾ ഉപേക്ഷിച്ചു പോയ ചോര കുഞ്ഞായിരുന്നു നിധി. എറണാകുളം നോർത്ത് പോലീസിനോടാണ് കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ താൽപര്യമുണ്ടെന്ന് മാതാപിതാക്കൾ നിലപാട് അറിയിച്ചത്. കുഞ്ഞിനെ വീഡിയോ കോൾ വഴി മാതാപിതാക്കൾ കാണുകയും ചെയ്തു. എന്നാൽ മാതാപിതാക്കളുടെ സാമ്പത്തിക ശേഷി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും CWC ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുക. കഴിഞ്ഞ ജനുവരി 29-ാം തീയതിയാണ് കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വർ രഞ്ജിത ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. മാസം തികയാതെ 7-ാം മാസത്തിലായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജനനം. വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മംഗളേശ്വറും രഞ്ജിതയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് തിരികെ ജാർഖണ്ഡിലേക്ക് പോയത്. പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്നാണ് കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. ജനിച്ച സമയത്ത് വെറും 950 ഗ്രാം തൂക്കമായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്നത്. 1.5 മാസത്തിനിപ്പുറം 2.5 കിലോയിലേക്ക് എത്തി പൂർണ്ണ ആരോഗ്യവതിയായാണ് കുഞ്ഞ് ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കുഞ്ഞിന് നിധി എന്ന് പേരിട്ടത്. പിന്നാലെ ആരോഗ്യനില വീണ്ടെടുത്ത കുഞ്ഞിനെ എറണാകുളം ജനറൽ ആശുപത്രി CWCക്ക് കൈമാറി. അക്കാലയളവിൽ ആശുപത്രിയിലെ ഓരോ ജീവനക്കാർക്കും അവൾ പ്രിയങ്കരിയായിരുന്നു. പൂർണ്ണ ആരോഗ്യവതിയായ നിധിയെ നിറകണ്ണുകളോടെയായിരുന്നു അവർ CWCക്ക് കൈമാറിയത്. നിലവിൽ കുഞ്ഞ് അങ്കമാലി കറുകുറ്റി ശിശുഭവനിലാണ്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസ് ജാർഖണ്ഡ് സ്വദേശികളെ ബന്ധപ്പെട്ടപ്പോഴാണ് കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ താൽപര്യമുണ്ടെന്ന് അവർ അറിയിച്ചത്.